മലൈക്കോട്ടെ വാലിബന്റെ ടീസർ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും. മലയാള സിനിമാ പ്രേമികളും മോഹൻലാൽ ആരാധകരും. ഡിസംബർ മാസം 6 5 മണിയാവാൻ വേണ്ടി കാത്തിരിക്കുന്ന കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നു. അങ്ങനെ കറക്റ്റ് 5 മണിക്ക് തന്നെ പറഞ്ഞ പോലെ തന്നെ ടീസർ അവരുടെ ഭാഗത്ത് നിന്ന് അവർ പുറത്തു വിട്ടു. ടീസർ കണ്ടു. 1 മിനിറ്റ് 30 സെക്കൻഡാണ് ടീസറിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. നമ്മള് മോഹൻലാലിന്റെ ഈ ഒരു സിനിമയുടെ പോസ്റ്ററിൽ മോഹൻലാലിന്റെ ലുക്ക് എങ്ങനെയാണോ കണ്ടത്, ആ ലുക്ക് ഒന്ന് വീഡിയോ രൂപത്തിൽ ആളുകളിലേക്ക് എത്തിച്ചു. അത്ര മാത്രമേ ഈ ടീസറിലുള്ളൂ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അതിൽ കുറച്ച് ഡയലോഗുകൾ പറയുന്നുണ്ട്. കണ്ണിൽ കണ്ടത് സത്യമാണ്, കണ്ണിൽ കാണാത്തത് പൊയ്യാണ്, ഇനി കാണാൻ പോകുന്നതാണ് യഥാർത്ഥത്തിലുള്ള സത്യം എന്ന് പറഞ്ഞിട്ട് അത് തമിഴിലാണ് ഡയലോഗ് ഡെലിവറി. എനിക്ക് തോന്നുന്നു മോഹൻലാൽ ഇതിൽ തമിഴ് സംസാരിക്കുന്ന ഒരു നായകനായിട്ടായിരിക്കും വരിക എന്നാണ് തോന്നുന്നത്. കാരണം ടീസറിൽ തന്നെ തമിഴിലാണ് സംസാരിക്കുന്നത്. ഇനി എന്താന്നുള്ളത് നമ്മുടെ സിനിമ വരുന്നവരെ കാത്തിരിക്കണം. എന്തായാലും ഇതൊരു പാൻ ഇന്ത്യ റിലീസാണ്. തമിഴിലും ഹിന്ദിയിലും തെലുങ്കിലും മലയാളത്തിലും ഒക്കെ ആയിട്ട് ഒരേ സമയം റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മലയാളത്തിലെ LJP എന്ന് പറയുന്ന ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന സംവിധായകനിൽ ഒരുപാട് ആളുകൾക്ക് പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് ഇത്രയും വലിയ ഒരു ഹൈപ്പ് ഉണ്ടാവാനുള്ള ഏറ്റവും വലിയ കാരണം. അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ പേരും മോഹൻലാലിന്റെ ലുക്കും, ആ 3 കാര്യങ്ങളും വളരെ ഗംഭീരമായിട്ട് ടീസറിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ടീസർ ഇതുപോലെ നല്ല പ്രതീക്ഷിച്ചത്. പ്രതീക്ഷിച്ച ആ ലെവലിലേക്ക് ടീസർ എത്തിയിട്ടില്ല. ചെറിയൊരു ടീസർ, വളരെ ചുരുങ്ങിയ ഒരു കാര്യം മാത്രമേ അവതരിപ്പിച്ചിട്ട് അവിടെ നിർത്തിപ്പോയ. പല ഭാഷകളിൽ ഈ ഒരു സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിച്ചു. അത്ര മാത്രമേ ഈ ടീസറിൽ പ്രത്യേകിച്ചിട്ട് കാണിക്കുന്നുള്ളൂ. ഇത്രയും നമ്മൾ ആകാംക്ഷയായി കാത്തിരിക്കുമ്പോൾ ഇത്രയും വലിയൊരു സിനിമയുടെ ഇത്രയും വലിയൊരു ടീസർ ഇത്രയും ആളുകൾ ഇത്രയും അധികം സമയം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചുകൂടി നന്നാക്കമായിരുന്നു എന്ന് എൻ്റെ ഒരു തോന്നൽ മാത്രമാണ്. നിങ്ങൾക്ക് ടീസർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് താഴെ നിന്ന് കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വലിയൊരു ടീസർ തന്നിട്ട് ഹൈപ്പ് കൂട്ടിയിട്ട് സിനിമയെ അത് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അണിയറ പ്രവർത്തകർ ശ്രദ്ധിച്ചാണെന്ന് അറിയില്ല. എന്തായാലും ടീസർ നമ്മൾ പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും സിനിമ നല്ലൊരു സിനിമയാവാനുള്ള നല്ല ചാൻസ് ഉണ്ട്. കാരണം ലിജോ ജോസ് പല്ലിശ്ശേരിക്ക് അദ്ദേഹത്തിന്റെ സിനിമകൾ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ അറിയപ്പെടണം എന്നൊരു വലിയ ആഗ്രഹമുള്ള സംവിധായകനാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ കാണാത്ത മോഹൻലാലിന്റെ ലുക്കും ഇതുവരെ കാണാത്ത ഒരു മലയാള സിനിമ തന്നെയായിരിക്കും മലൈക്കോട്ടെ വാലിബൻ. ടീസർ കണ്ടവർക്ക് താഴെ കമന്റ് ചെയ്യാം. എന്തായാലും ആരാധകർക്ക് ഇനി ട്രെയിലറിലാണ് പ്രതീക്ഷ. ട്രെയിലറെങ്കിലും ഗംഭീരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ടീസർ മോശം എന്നല്ല പറയുന്നത്. ടീസർ ഇത്രേ ഉണ്ടാവാറുള്ളൂ സാധാരണ. എങ്കിൽ കൂടി നമ്മൾ ഇത്രയും അധികം ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ എല്ലാവരെയും സന്തോഷിക്കുന്ന തരത്തിലൊരു ടീസർ ആക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.